ഇൻകം ടാക്സ് റിട്ടേൺ ഇ ഫയൽ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. സാധാരണയായി പലരും ഇൻകം ടാക്സ് റിട്ടേൺ ഇ ഫയൽ ചെയ്യാൻ മറ്റു പലരെയും ആശ്രയിക്കുകയാണ് ചെയ്യാറുള്ളത്. സ്വന്തമായി ചെയ്താൽ തെറ്റിപ്പോകുമോ എന്നുള്ള ഭയം കൊണ്ടും ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ടുമാണ് മറ്റു പലരെയും ആശ്രയിക്കുന്നത്. എന്നാൽ ഒരല്പം ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ നമ്മുടെ റിട്ടേൺ ഇ ഫയൽ ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ നമ്മുടെ റിട്ടേൺ ഇ ഫയൽ ചെയ്യാവുന്നതാണ്. പക്ഷേ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടി വരും. നമുക്ക് ഇ ഫയൽ ചെയ്യാൻ ആവശ്യമായത് കഴിഞ്ഞ വർഷങ്ങളിൽ ഇ ഫയൽ ചെയ്യുമ്പോൾ ഉപയോഗിച്ചിരുന്ന പാസ്വേഡും യൂസർ ഐ ഡിയുമാണ്. യൂസർ ഐ ഡി എന്നത് നമ്മുടെ പാൻ നമ്പർ തന്നെയായിരിക്കും. പാസ്വേഡ് നാം അറിഞ്ഞിരിക്കണം. ഇനി പാസ്വേഡ് അറിയില്ല എങ്കിൽ അത് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ സൈറ്റിൽ തന്നെയുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നാം തയ്യാറാക്കിയ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ കയ്യിൽ വേണം. അതായത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നമ്മുടെ സ്ഥാപനത്തിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് ഇതോടൊപ്പം വേണം. ഈ രണ്ട് കാര്യങ്ങളാണ് നിർബന്ധമായും നമ്മുടെ അടുത്ത് വേണ്ടത്. കൂടാതെ ടാക്സ് അടച്ചവരാണെങ്കിൽ ഫോം 16 കൂടി കയ്യിലുണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഇനി എങ്ങനെയാണ് ഇ ഫയൽ ചെയ്തു തുടങ്ങുക എന്ന് നോക്കാം. ആദ്യമായി ഗൂഗിൾ ഓപ്പൺ ചെയ്ത് അതിൽ ഇൻകം ടാക്സ് ഇ ഫയലിംഗ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ വരുന്ന റിസൾട്ടുകളിൽ നിന്നും ഇ ഫയലിംഗ് ഹോം പേജ് എന്നത് ഇൻകം ടാക്സ് ഇന്ത്യ ഇ ഫയലിംഗ് .gov.in എന്ന അഡ്രസ് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഇ ഫയലിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇൻകം ടാക്സ് ഇ ഫയൽ ചെയ്യാനുള്ള വെബ്സൈറ്റ് ഓപ്പൺ ആകുന്നത് കാണാം. ഇതിൽ പ്രീവാലിഡേറ്റ് യുവർ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്ത് കളയാം. ഇതിൽ ലോഗിൻ ഹിയർ എന്ന ഈ ഭാഗത്താണ് നാം യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യേണ്ടത്. ഇനി നമ്മുടെ പാസ്വേഡ് നമുക്ക് ഓർമ്മയില്ല എങ്കിൽ, നാം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ളതിൽ താഴെ റീസെറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് റീസെറ്റ് ചെയ്യാം. അങ്ങനെ റീസെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ യൂസർ ഐ ഡി അഥവാ പാൻ നമ്പർ കൊടുത്ത് കഴിഞ്ഞ തവണ നാം കൊടുത്തിട്ടുള്ള ഇമെയിൽ അഡ്രസ്സിലേക്കും മൊബൈൽ നമ്പറിലേക്കും OTP വരുത്തിച്ചുകൊണ്ടാണ് നാം പാസ്വേഡ് റീസെറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസ് നാം കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഇമെയിലിലേക്കും മൊബൈലിലേക്കും രണ്ട് വ്യത്യസ്ത OTPകൾ വരും. അത് രണ്ടും എൻ്റർ ചെയ്ത് കൊടുത്ത് നമുക്ക് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ആദ്യമായാണ് ഒരാൾ ഈ സൈറ്റിൽ ഇ ഫയൽ ചെയ്യുന്നതെങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ രജിസ്റ്റർ യുവർ സെൽഫ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. പാൻ നമ്പറും മറ്റ് വ്യക്തിഗത വിവരങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കാം. ഇപ്പോൾ അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ലോഗിൻ ഹിയർ എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇ ഫയലിംഗ് ആരംഭിക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും ചോദിക്കുന്നുണ്ട്. അപ്പോൾ യൂസർ ഐ ഡി ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. യൂസർ ഐ ഡി നമ്മുടെ പാൻ നമ്പർ തന്നെയാണ്. പാസ്വേഡ് തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. യൂസർ ഐ ഡിയും പാസ്വേഡും തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ക്യാപ്ച കോഡ് ഇവിടെ കാണിക്കും. അത് അതേപോലെ തന്നെ താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിലാണ് കാണിക്കുന്നത്, അതുകൊണ്ട് ക്യാപിറ്റൽ ലെറ്റർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ എന്താണോ കാണിക്കുന്നത് അതേപോലെ തന്നെ താഴെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ലോഗിൻ എന്ന ബട്ടണിൽ അമർത്തുക. അപ്പോൾ നമ്മുടെ പാസ്വേഡ് സേവ് ചെയ്യണോ എന്നുള്ളൊരു ചോദ്യം വരും. അതിൽ ഡോണ്ട് സേവ് എന്നോ കൊടുക്കാം. ഡോണ്ട് സേവ് കൊടുക്കുന്നു. ഇപ്പോൾ വെൽക്കം എന്ന് കാണിച്ച് നമ്മുടെ പേര് ഇവിടെ കാണിക്കുന്നത് കാണാം. ഇതിൽ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നാം ഇ ഫയൽ ചെയ്യേണ്ടത്.
വ്യൂ റിട്ടേൺസ് ഓർ ഫോംസ് എന്നതിൽ നാം റിട്ടേൺ ഫയൽ ചെയ്ത മുൻ വർഷങ്ങളിൽ ചെയ്തതും ഈ വർഷത്തിൽ ചെയ്താൽ അതും നമുക്ക് ഇതിലൂടെ പ്രിന്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഈ ഫയലിംഗ് ആരംഭിക്കാം. ഇപ്പോൾ ഓപ്പൺ ചെയ്തു വരുന്ന വിൻഡോയിൽ പാൻ നമ്പർ ഇവിടെ ഫില്ലായി വന്നിട്ടുണ്ടാകും. അസസ്മെന്റ് ഇയർ എന്നതിൽ 2020-21 എന്ന് സെലക്ട് ചെയ്യുക. ITR ഫോം നമ്പർ എന്നതിൽ ITR 1 എന്നത് സെലക്ട് ചെയ്യുക. ശമ്പളവും പെൻഷനും ഉള്ളവർക്ക് ITR 1 ആണ് സെലക്ട് ചെയ്യേണ്ടത്. മറ്റുള്ളവർക്ക് അത് ഏതാണ് യോജിച്ചതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഫയലിംഗ് ടൈപ്പ് എന്നുള്ളതിൽ ഒറിജിനൽ ഓർ റിവൈസ്ഡ് റിട്ടേൺ എന്നത് സെലക്ട് ചെയ്യുക. സബ്മിഷൻ മോഡ് എന്നതിൽ പ്രിപ്പയർ ആൻഡ് സബ്മിറ്റ് ഓൺലൈൻ എന്നത് സെലക്ട് ചെയ്യുന്നു. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ താഴെ നമ്മുടെ കഴിഞ്ഞ വർഷം നൽകിയ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. അതിന് നേരെ ടിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടിക്ക് ചെയ്താൽ നമുക്ക് അടച്ച ടാക്സ് റീഫണ്ട് കിട്ടാനുണ്ടെങ്കിൽ ഈ അക്കൗണ്ടിലേക്കായിരിക്കും റീഫണ്ട് ലഭിക്കുക. ടിക്ക് ചെയ്ത ശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുന്നു. അപ്പോൾ വരുന്ന വിൻഡോയിൽ ഐ അഗ്രി എന്ന് ടിക്ക് ചെയ്ത് കൊടുത്ത ശേഷം കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ അടുത്ത പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിലാണ് നാം വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിൽ ഒന്നാമത്തെ ടാബ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. ഇത്രയും ടാബുകളാണ് നാം ഫില്ല് ചെയ്യേണ്ടത്. ഇൻസ്ട്രക്ഷൻസ് വായിച്ചതിന് ശേഷം പാർട്ട് എ ജനറൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ ജനറൽ ഇൻഫോർമേഷൻസ് ഇവിടെ കാണിക്കും. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്തി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം താഴോട്ട് വന്നാൽ നേച്ചർ ഓഫ് എംപ്ലോയ്മെന്റ് എന്നുള്ളതിൽ ഇവിടെ നാം ഏത് വിഭാഗം ജീവനക്കാരനിൽ പെടുന്നു എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, പെൻഷനേഴ്സ്, അതേഴ്സ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിൽ ഏത് വിഭാഗത്തിലാണ് നാം പെടുന്നത് എങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. താഴെ A20 എന്ന് പറയുന്ന ഭാഗത്ത് നാം ഈ വർഷത്തെ ആദ്യമായിട്ടാണ് ഇ ഫയൽ ചെയ്യുന്നതെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതല്ല ഈ വർഷം ഇ ഫയൽ ചെയ്തതിന് ശേഷം നമുക്ക് നോട്ടീസ് വന്നിട്ട് നാം റിവൈസ് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി റിട്ടേൺ സമർപ്പിക്കേണ്ട ഡേറ്റിനുള്ളിലാണ് നാം റിട്ടേൺ സമർപ്പിക്കുന്നതെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ ഇവിടെ സെലക്ട് ചെയ്യാം. അതല്ല ഡേറ്റ് കഴിഞ്ഞ് ലൈറ്റ് ആയിട്ടാണെങ്കിൽ ബിലേറ്റഡ് എന്ന ഓപ്ഷനും, തെറ്റിപ്പോയതിനു ശേഷം റിവൈസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ റിവൈസ്ഡ് എന്നുള്ള ഓപ്ഷനുകളും സെലക്ട് ചെയ്യാം. ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി താഴെ കാണുന്ന ഈ ഭാഗം പുതുതായിട്ട് ഈ വർഷം ഉൾപ്പെടുത്തിയതാണ്. ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ബാധകമായതല്ല. എങ്കിലും ഇതൊന്ന് വായിച്ചു നോക്കാം. ഇതിൽ 3 ചോദ്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഈ ഏതെങ്കിലും ചോദ്യം നമ്മെ സംബന്ധിച്ചോളം ബാധകമാണെങ്കിൽ മുകളിൽ ഈ നോ എന്നുള്ളിടത്ത് യെസ് ആക്കി കൊടുക്കണം. എന്നിട്ട് അതിനുള്ള വിവരങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓരോ ചോദ്യങ്ങളും ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. ഒന്നാമത്തേത്, നമ്മുടെ കറന്റ് അക്കൗണ്ടിൽ 1 കോടിയിലധികം രൂപ നാം നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നാം ഇവിടെ എസ് കൊടുത്തതിന് ശേഷം ഇവിടെയും എസ് കൊടുത്തതിന് ശേഷം അതിന്റെ വിവരങ്ങൾ, അതിന്റെ എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. രണ്ടാമത്തെ ചോദ്യം, കഴിഞ്ഞ സാമ്പത്തിക വർഷം നാം 2 ലക്ഷത്തിലധികം തുക ചെലവാക്കി നാം വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എസ് കൊടുക്കുന്നു. എസ് കൊടുത്തതിന് ശേഷം താഴെ ഇതിന് നേരെയും എസ് കൊടുത്ത് അതിന്റെ തുക ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, കഴിഞ്ഞ സാമ്പത്തിക വർഷം നാം 1 ലക്ഷത്തിലധികം രൂപ ഇലക്ട്രിസിറ്റി ബില്ലായി അടച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിൽ എസ് കൊടുത്ത് ഇവിടെയും എസ് കൊടുത്തതിന് ശേഷം എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സാധാരണക്കാരെ സംബന്ധിച്ചോളം ഈ ഭാഗങ്ങൾ ബാധകമല്ലാത്തതുകൊണ്ട് ഇവിടെ നമുക്ക് നോ കൊടുത്ത് മുന്നോട്ട് പോകാം. ഇനി ഇവിടെ റിസിപ്റ്റ് നമ്പർ എന്ന് ചോദിക്കുന്നുണ്ട്. നാം കൊടുത്ത ഈ ഫയൽ റിട്ടേൺ തെറ്റിപ്പോയിട്ട് നാം റിവൈസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ
കഴിഞ്ഞ റിട്ടേൺ സമർപ്പിച്ചതിന്റെ റെസിപ്റ്റ് നമ്പർ ഇവിടെ കൊടുക്കാം. അതുപോലെ അതിന്റെ ഡേറ്റും ഇവിടെ കൊടുക്കാം. ഈ പേജിലെ ഇത്രയും വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മുകളിലുള്ള സേവ് ഡ്രാഫ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഈ പേജ് സേവ് ചെയ്യാം. ഓരോ പേജും നാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യണം. അതിന്റെ നോട്ടിഫിക്കേഷൻ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്ക്രീനിൽ വന്നുകൊണ്ടിരിക്കും. മുകളിൽ സമയം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്തിനിടക്ക് ഇത് സേവ് ചെയ്യണം, ഇല്ലെങ്കിൽ നാം എൻ്റർ ചെയ്ത വിവരങ്ങൾ നഷ്ടപ്പെടും. പിന്നെ വീണ്ടും ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്നാമത്തെ പേജ് നമ്മൾ സേവ് ഡ്രാഫ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുന്നു. യുവർ ഡ്രാഫ്റ്റ് ഈസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ടാബിലേക്ക് പോകാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ആൻഡ് ടാക്സ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ടാബാണിത്. ഇതിൽ നമ്മുടെ ഗ്രോസ് സാലറി, നമ്മൾ ടാക്സ് അടച്ചവരാണെങ്കിൽ നമ്മുടെ വിവരങ്ങളൊക്കെ ഇവിടെ ഏകദേശം ഫില്ലായി വന്നിട്ടുണ്ടാകും. അപ്പോൾ കൂടുതൽ നമുക്ക് ടൈപ്പ് ചെയ്യാനുണ്ടാവില്ല. ടാക്സ് അടക്കാത്തവരാണെങ്കിൽ അത്തരം വിവരങ്ങൾ സ്റ്റേറ്റ്മെന്റ് നോക്കി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ ഏകദേശം വിവരങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായി വന്നിട്ടുണ്ട്. ഗ്രോസ് സാലറി എന്നുള്ള അടുത്ത ഈ കോളത്തിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ കഴിയില്ല. പകരം ഇവിടെ 3 കോളങ്ങൾ കാണാം. എ, ബി, സി എന്ന് പറയുന്ന 3 ചോദ്യങ്ങളുണ്ട്. ഇവിടെ 3ന്റെയും കൂടി തുകയാണ് മുകളിൽ വരുന്നത്. ആദ്യത്തേത് സാലറി ആസ് പെർ സെക്ഷൻ 17(1) എന്നുള്ളതാണ്. അവിടെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നോക്കി സംഖ്യ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഓട്ടോമാറ്റിക്കായി വന്നിട്ടുള്ള സംഖ്യ ശരിയാണോ എന്ന് ഉറപ്പുവരുത്താം. തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്തി കൊടുക്കാം. സ്റ്റേറ്റ്മെന്റിൽ നോക്കി നമ്മുടെ ഗ്രോസ് സാലറി, അതായത് ടോട്ടൽ സാലറി, നമ്മുടെ സാലറിയും ലീവ് സറണ്ടർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതും, ഫെസ്റ്റിവൽ അലവൻസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോണസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതും, 3ഉം കൂടി ചേർന്നത്, അങ്ങനെ 3ഉം കൂടി ചേർന്നിട്ടുള്ള ടോട്ടൽ സാലറിയാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ അത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മുകളിലേക്ക് ഇവിടെ ടോട്ടൽ കോളത്തിൽ ഇവിടെ വരും. ഇത് രണ്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധകമായതല്ല. ഇനി ലെസ് അലവൻസ് ടു ദി എക്സ്റ്റെൻഡ് എക്സംപ്റ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നേച്ചർ ഓഫ് എക്സംപ്റ്റ് അലവൻസ് എന്ന് പറയുന്ന ഈ അലവൻസുകളിൽ ഏതെങ്കിലും നമ്മളെ സംബന്ധിച്ചോളം ബാധകമായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കാം, എമൗണ്ട് ഇവിടെ കൊടുക്കാം. ഒന്നിൽ കൂടുതൽ നമുക്ക് ബാധകമായിട്ടുണ്ടെങ്കിൽ ആഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് അടുത്തതും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിലേതെങ്കിലും നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ടിക്ക് ചെയ്ത ശേഷം ഡിലീറ്റ് എന്നത് ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് സാലറി ഇവിടെ ഫില്ലായി വന്നിട്ട് മുകളിൽ കൊടുത്ത സംഖ്യ ഇവിടെ വന്നിട്ടുണ്ടാകും. ഡിഡക്ഷൻസ് എന്നുള്ളതിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്നത് 50,000 രൂപ എല്ലാവർക്കും ബാധകമായതാണ്. അതിവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാകും. എന്റർടൈൻമെന്റ് അലവൻസ് പോലുള്ളവ ബാധകമാണെങ്കിൽ അത് കൊടുക്കാം. പ്രൊഫഷണൽ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. പ്രൊഫഷണൽ ടാക്സ് ഇവിടെ 2,500 അടച്ചതുകൊണ്ട് ഞാൻ 2,500 എന്നിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. 1,250 രൂപ 6 മാസത്തിന് വെച്ച് 2 തവണയാണ് പ്രൊഫഷണൽ ടാക്സ് അടച്ചിട്ടുള്ളത്. അപ്പോൾ 2,500 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിന്റെ ടോട്ടൽ ഇൻകം ചാർജബിൾ അണ്ടർ ഹെഡ് സാലറീസ് എന്നുള്ളത് ഇതിന്റെ ടോട്ടൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി B2 എന്ന് പറയുന്ന ഈ സെക്ഷനിലേക്ക് പോകാം. ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളതാണ്. ഇവിടെ ഹൗസിംഗ് ലോൺ എടുത്തവരെ ബാധിക്കുന്ന ഭാഗമാണിത്. വീട് ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളതാണ് ചോദ്യം. സെൽഫ് ഓക്യുപ്പൈഡ് ആണോ, ലെറ്റ് ഔട്ട് ആണോ, ജീംഡ് ലെറ്റ് ഔട്ട് ആണോ, ഏതാണെന്ന് വെച്ചാൽ കൊടുക്കാം. ഇവിടെ സെൽഫ് ഓക്യുപ്പൈഡ് എന്നുള്ളത് കൊടുക്കാം. ഹൗസിംഗ് ലോൺ എടുത്തവർക്കുള്ളതാണ്. ഇനി ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റ് നമുക്കിവിടെ ഈ കോളത്തിൽ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 28,281 എന്ന് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പ്ലസ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ ചിലപ്പോൾ മൈനസ് ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ആ സംഖ്യ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ താഴെ അത് മൈനസ് ആയിട്ട് ഇവിടെ എൻ്റർ ആയി വരുന്നത് കാണാം. ഓക്കെ അടിക്കാം. ഇനി ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ളതെടുത്ത് നമുക്ക് സാലറി അല്ലാതെ മറ്റെന്തെല്ലാം വരുമാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. സാധാരണഗതിയിൽ അങ്ങനെ സാലറി അല്ലാതെ മറ്റു വരുമാനങ്ങൾ ഇല്ല എന്നതായിരിക്കാം നാം കരുതുന്നത്. എങ്കിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്ന ചില വരുമാനങ്ങൾ നമ്മളെ സംബന്ധിച്ചിട്ട് നാം അറിയാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അതിൽ ഏതെല്ലാമാണ് ഉള്ളത് നോക്കാം. ഒന്ന് ഇൻട്രസ്റ്റ് ഫ്രം സേവിങ്സ് അക്കൗണ്ട്സ് എന്നുള്ളതാണ്.
അതായത് നാം സേവിങ്സ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുള്ള തുകക്ക് 10,000 രൂപയിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ വരുന്ന സംഖ്യക്ക് നാം ടാക്സ് അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലുള്ള പലിശ 10,000 രൂപയിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ നാം അറിയാതെ തന്നെ അത് ടാക്സബിൾ ഇൻകമായി മാറും. രണ്ടാമത്തേത്, ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നാം തുക നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ഇൻട്രസ്റ്റ് മുഴുവൻ തുകയും ടാക്സബിൾ ആയിട്ടുള്ളതാണ്. അതുപോലെ ഇൻട്രസ്റ്റ് ഫ്രം ഇൻകം ടാക്സ് റീഫണ്ട്, കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് ടാക്സ് അടച്ചതുകൊണ്ട് റീഫണ്ട് ലഭിച്ചിട്ടുണ്ടാകാം. അങ്ങനെ റീഫണ്ട് ലഭിക്കാൻ നമുക്ക് കാലതാമസം നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ചെറിയ തുകയെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിച്ചിട്ടുണ്ടാകാം. ആ ഇൻട്രസ്റ്റും നമ്മുടെ അധിക വരുമാനമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതും നാം ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. ഇത് നാം അവഗണിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നോട്ടീസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വരുമാനങ്ങൾ നമുക്ക് ബാധകമാണോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് നാം ഈ ഫയലിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. ഫാമിലി പെൻഷൻ ഉണ്ടെങ്കിൽ അത് എൻട്രി ചെയ്ത് കൊടുക്കണം. അത് അധിക വരുമാനമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും നമുക്ക് ബാധകമായിട്ടുണ്ടെങ്കിൽ നാം അത് തിരഞ്ഞെടുത്ത് അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം. ഇനി അതർ, ഈ പറയുന്നതിൽ പെടുന്ന 4 പെടുന്നതല്ലാത്ത ഏതെങ്കിലും വരുമാനങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഇനി അതർ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ബാങ്കിൽ നിന്നുള്ള ഇത്തരം വരുമാനങ്ങൾ, ഇൻട്രസ്റ്റ് ആയിക്കൊണ്ടുള്ള വരുമാനങ്ങൾ നാം അറിയാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി, അങ്ങനെ വന്നിട്ടുണ്ടോ എന്നറിയാൻ നമുക്ക് 26AS എന്ന് പറയുന്ന ഫോം ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ മതി. 26AS എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇവിടെ മൈ അക്കൗണ്ട് എന്നതിൽ മൗസ് വെച്ച് കഴിഞ്ഞാൽ വ്യൂ ഫോം 26AS ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ വഴി നമുക്ക് 26AS എന്ന് പറയുന്ന ഫോം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ ബാങ്കിൽ നിന്നുള്ള ഇതുപോലെ ഇൻട്രസ്റ്റ് മുഖാന്തരമുള്ള അധിക വരുമാനം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് അതിൽ കാണിക്കും. അത് നോക്കി അവയുണ്ടെങ്കിൽ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം മാത്രമേ നാം മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഇനി ഇതിന്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം ഇവിടെ വന്നിട്ടുണ്ടാകും. അടുത്ത് പാർട്ട് സി ആണ്, ഡിഡക്ഷൻസ് ആൻഡ് ടാക്സബിൾ ടോട്ടൽ ഇൻകം എന്നുള്ള ഭാഗത്തേക്ക് കടക്കുന്നു. ഇവിടെ ഡിഡക്ഷൻസ് ആണ് നാം കൊടുക്കുന്നത്. ഡിഡക്ഷൻസിന്റെ ഭാഗത്തേക്ക് കടക്കുമ്പോൾ ആദ്യമായി നമുക്ക് 80C ഡിഡക്ഷൻ ആണ് ചോദിക്കുന്നത്. ഈ വർഷമായിട്ട് ഇതിൽ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് സാധാരണഗതിയിൽ നാം മാർച്ച് വരെയുള്ള ഡിഡക്ഷൻസ് ആണ് ഉൾപ്പെടുത്താറുള്ളത്. എന്നാൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ജൂൺ മാസം വരെയുള്ളത് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും. ജൂൺ അല്ല, 31/7/2020 വരെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ ആരെങ്കിലും ജൂലൈ 31 വരെയുള്ളത് ഡിഡക്ഷൻസ് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ യെസ് കൊടുക്കാം. പക്ഷെ ഇവിടെ നേരിട്ട് യെസ് കൊടുക്കാൻ കഴിയില്ല. താഴെ എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് താഴെ ഏതെങ്കിലും ഡിജിറ്റ് എൻറ്റർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിവിടെ യെസ് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഡിഡക്ഷൻസ് മാർച്ചിന് അപ്പുറം ജൂലൈ 31 വരെ ഉള്ളത് നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ യെസ് കൊടുക്കുക. ഡിഡക്ഷൻസിൽ ആദ്യം ചോദിക്കുന്നത് 80C ഡിഡക്ഷൻ ആണ്. ഇത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ബാധകമായതായിരിക്കും. 80C ഡിഡക്ഷനിൽ വരുന്നത് PF, GIS, SLI, LIC പോലുള്ള ഡിഡക്ഷനുകളാണ്. അവയുടെ ആകെ ടോട്ടൽ നാം ഇവിടെ നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ നോക്കിയിട്ട് എത്രയാണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് പരമാവധി 1.5 ലക്ഷം മാത്രമേ പരിഗണിക്കുള്ളൂ. ഈ 3 ഭാഗങ്ങൾക്കും കൂടി 1.5 ലക്ഷം മാത്രമേ പരിഗണിക്കുള്ളൂ. ഞാനിവിടെ 1,81,755 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ 1.5 ലക്ഷം മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ഓരോ ഡിഡക്ഷൻസ് ഐറ്റവും ഏതെല്ലാമാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ആർക്കെങ്കിലും ബാധകമാണെങ്കിൽ മാത്രം അതിന് നേരെയുള്ള കളങ്ങളിൽ അവ എൻറ്റർ ചെയ്ത് കൊടുക്കാം. 80CCC പേയ്മെന്റ് ഇൻ റെസ്പെക്ട് പെൻഷൻ ഫണ്ട്, പെൻഷൻ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അത് ബാധകമാണെങ്കിൽ അതിനുള്ള നേരെയുള്ള കോളങ്ങളിൽ കൊടുക്കാം. അടുത്തത് 80CCD1
ഇത് കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ടു സെൻട്രൽ ഗവൺമെന്റ് ആണ്. അതായത് NPS അടക്കുന്നവർക്ക്, പുതുതായുള്ള എംപ്ലോയീസിനെല്ലാം ബാധകമായിരിക്കും. NPS അംഗമായിട്ടുള്ളവർക്ക് NPS അടക്കുന്ന തുക ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. 80 CCD1B, NPS പുറമെ നാം അധികമായിട്ട് തുക അടക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. 80 CCD2, കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ബൈ എംപ്ലോയർ ആണ്. അതിവിടെ ബാധകമാണെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. അടുത്തത് 80D ആണ്. ഇത് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം എടുത്തിട്ടുള്ളവർക്കുള്ളതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം എടുത്തുള്ളവർക്ക് ഇത് എൻ്റർ ചെയ്ത് കൊടുക്കാം. പക്ഷെ ഇതിവിടെ നേരിട്ട് ഈ കോളത്തിൽ എൻ്റർ ചെയ്യാൻ കഴിയില്ല. പകരം ഇത് 80D ഷെഡ്യൂൾ എന്ന് പറയുന്ന മുകളിലെ 80D ഷെഡ്യൂൾ എന്ന് പറയുന്ന ഈ ടാബിൽ പോയിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിവിടെ പറയുന്നുണ്ട്, പ്ലീസ് ഫിൽ 80D ഷെഡ്യൂൾ. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ടാബിലേക്ക് നാം കടക്കും. ഈ ടാബിൽ 2 സെക്ഷനുകളായിട്ടാണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ വിവരങ്ങൾ ചോദിക്കുന്നത്. സെക്ഷൻ 1 കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസിൽ രക്ഷിതാക്കളെ മാറ്റി നിർത്തി ബാക്കിയുള്ളവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ വിവരങ്ങളാണ് ചോദിക്കുന്നത്. രണ്ടാമത് രക്ഷിതാക്കളെ സംബന്ധിച്ചിട്ടുള്ള, അച്ഛനും അമ്മയും ഉൾപ്പെടുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് രണ്ടാമത്തെ സെക്ഷനിൽ കൊടുക്കുന്നത്. ഒന്നാമത്തെ സെക്ഷനിൽ തന്നെ വെദർ യു ഹാവ്, അത് സീനിയർ സിറ്റിസൺ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നമുക്ക് എസ് കൊടുക്കാം, അതല്ലെങ്കിൽ നോ എന്ന് കൊടുക്കാം. സീനിയർ സിറ്റിസന് പരമാവധി 50,000 രൂപ വരെയാണ് ടാക്സ് ഇളവ് ലഭിക്കുന്നത്. സീനിയർ സിറ്റിസൺ അല്ലാത്തവർക്ക് 25,000 രൂപ വരെയാണ്. അപ്പോൾ ഇതിനുള്ള കോളങ്ങളിൽ ഓരോന്നും എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ സേവ് ഡ്രാഫ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കോളത്തിലേക്ക് അത് വരുന്നതായിരിക്കും. $80D എന്ന് പറയുന്ന ഈ കോളത്തിൽ അവിടെ കൊടുത്ത സംഖ്യയുടെ ടോട്ടൽ ഇവിടെ വരുന്നതായിരിക്കും. ഇനി അടുത്തത് 80DD എന്നുള്ളതാണ്. ഇത് മെയിൻ്റനൻസ് ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഡിപ്പെൻഡൻസ് ഹു ഈസ് എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, വൈകല്യമുള്ളവർക്ക് വേണ്ടിയുള്ളതാണിത്. അപ്പോൾ ഇതിൽ ഡിപ്പെൻഡന്റിനാണോ, ഡിപ്പെൻഡൻസ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, ഡിപ്പെൻഡൻസ് പേഴ്സൺ വിത്ത് സീവർ ഡിസബിലിറ്റി ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുത്ത് അതിന്റെ എമൗണ്ടുകൾ കൊടുക്കാം. 80DDB മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് സ്പെസിഫൈഡ് ഡിസീസ്, ചില പ്രത്യേക രോഗങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണത്. സ്പെസിഫൈഡ് രോഗങ്ങൾക്കുള്ളതാണ്. ഇവിടെ മുകളിലുള്ള 80DD എന്നുള്ളതിൽ 75,000 രൂപ വരെ വൈകല്യമുള്ള ആശ്രിതർക്ക് ചെലവിനായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. 80DDB എന്നുള്ളതിൽ 40,000 രൂപ നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ ആശ്രിതർക്കോ ടാക്സ് ഇളവ് ലഭിക്കുന്നതായിരിക്കും. 80E എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ഹയർ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ ലോൺ എടുത്തവർക്കുള്ളതാണത്. അതിന് പലിശക്ക് പരിധി നിശ്ചയിച്ചിട്ടില്ല. നമുക്ക് പലിശ എത്രയാണെന്ന് വെച്ചാൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കാം. 80EE എന്നുള്ളിടത്ത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളതാണ്. ഇത് 2016-17 വർഷങ്ങളിൽ ഹൗസിംഗ് ലോൺ എടുത്തവർക്ക് ഒരു 50,000 രൂപ കൂടി അധികം അനുവദിച്ചിട്ടുണ്ട്. അവർക്ക് മാത്രം ബാധകമായതാണത്. 80EEA എന്നുള്ള സെക്ഷന് ഈ വർഷത്തെ ബജറ്റിൽ അനുവദിച്ച ഒരു ആനുകൂല്യമാണത്. അതായത് കേന്ദ്ര സർക്കാരിന്റെ എല്ലാവർക്കും ഭവനം എന്ന ചെറിയ വീടുകൾ വാങ്ങിക്കുന്നതിനുള്ള അതിന്റെ ചെലവിനുള്ള ലോൺ എടുത്തുള്ള പലിശ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അത് ഈ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. ഇനി 80EEB എന്ന് പറയുന്ന സെക്ഷൻ, അത് ഡിഡക്റ്റ് ഇൻ റെസ്പെക്ട് ടു പർച്ചേസ് ഇലക്ട്രിക് വെഹിക്കിൾസ്, അതായത് പൊല്യൂഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പൊല്യൂഷൻ കുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള പലിശയാണ്. അതിൽ 1.5 ലക്ഷം രൂപ വരെ നമുക്ക് കുറക്കാവുന്നതാണ്. 80G ഇത് ഡൊണേഷൻ ടു സർട്ടൻ ഫണ്ട്സ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കെല്ലാം സംഭാവന കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെയാണ് എൻ്റർ ചെയ്യേണ്ടത്. പക്ഷെ ഇതും നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ കഴിയില്ല. 80G എന്ന് പറയുന്ന ടാബിൽ, മുകളിൽ 80G എന്ന് പറയുന്ന ടാബിൽ പോയിട്ട് ഇവിടെയാണ് എൻ്റർ ചെയ്യേണ്ടത്. അത് നമുക്ക് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ 80G ടാബിലേക്ക് പോകും. 80G ടാബിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നെയിം ഓഫ് ഡൊണി, അഡ്രസ്, ഇത്രയും വിവരങ്ങൾ, ഈ പാൻ നമ്പർ പോലുള്ള എല്ലാ വിവരങ്ങളും എൻ്റർ ചെയ്ത് നമ്മൾ കൊടുത്ത തുകയും അടക്കം എല്ലാം നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം.
ഡൊണേഷൻ ഇൻ ക്യാഷ് എന്നുള്ളിടത്ത് പരമാവധി 2000 രൂപ വരെയാണ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുക. ബാക്കി അതർ എന്നുള്ളതിലാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത്തരം വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ ഇപ്പുറത്തേക്ക് വരും. അടുത്തത് 80 GG റെന്റ് പെയ്ഡ് എന്നുള്ളതാണ്. അതായത് ശമ്പളത്തിൽ HRA ലഭിക്കുന്നില്ലെങ്കിൽ നാം റെന്റ് അടക്കുന്നുണ്ടെങ്കിൽ റെന്റ് നമുക്കിവിടെ കുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവർക്ക് ബാധകമായതാണത്. 80 GGA അതായത് റൂറൽ ഡെവലപ്മെന്റ് റിസർച്ചുമായി ബന്ധപ്പെട്ട് സയന്റിഫിക് ഡൊണേഷൻസ് കൊടുത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 80 GGC പൊളിറ്റിക്കൽ പാർട്ടികളിലേക്ക് ഡൊണേഷൻ കൊടുത്തതിനുമായി ബന്ധപ്പെട്ടതാണ്. 80 TTA ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് ഇൻ കേസ് ഓഫ് അതർ ദാൻ റെസിഡന്റ് സീനിയർ സിറ്റിസൺ ആണ്. 80 TTB ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ഇൻ കേസ് ഓഫ് റെസിഡന്റ് സീനിയർ സിറ്റിസൺസ് ആണ്. 80 U എന്നുള്ളത് അംഗവൈകല്യമുള്ളവർക്ക് 75,000 രൂപ വരെ നമുക്ക് കിഴിവ് ലഭിക്കുന്നതാണ്. അത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളത് സെലക്ട് ചെയ്തതിനു ശേഷം അതിനുള്ള എമൗണ്ട് കൊടുക്കാം. ഇപ്പോൾ ടോട്ടൽ ഡിഡക്ഷൻസ് താഴെ ഇവിടെ വന്നിട്ടുണ്ടാവും. നാം കൊടുത്തതിനനുസരിച്ച് മുകളിൽ കൊടുത്തതിനനുസരിച്ച് ഇവിടെ 1,50,000 രൂപ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കുറച്ചതിന് ശേഷമുള്ള ടോട്ടൽ ഡിഡക്ഷൻസ് ഇവിടെ കാണിക്കും. ഇനി അടുത്ത സെക്ഷനിൽ പോകാം. C2 എന്ന് പറയുന്ന സെക്ഷനിൽ എക്സെംപ്റ്റ് ഇൻകം, മറ്റെന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ നമുക്കിവിടെ നേച്ചർ ഓഫ് ഇൻകം എന്നുള്ളതിൽ ഈ ലിസ്റ്റിൽ പറയുന്ന ഏതെങ്കിലും നമുക്ക് ബാധകമാണെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത് അതിന്റെ ഡിസ്ക്രിപ്ഷൻ എമൗണ്ട് ഒക്കെ ഇവിടെ കൊടുക്കാം. അത് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്ത ശേഷം അടുത്ത ആഡ് കൊടുത്ത് അടുത്തതും സെലക്ട് ചെയ്ത് അങ്ങനെ താഴെ ഓരോന്നായി സെലക്ട് ചെയ്ത് നമുക്ക് അതിന്റെ വിവരങ്ങൾ കൊടുക്കാം. ഇനി പാർട്ട് D കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് പേബിൾ. ഇപ്പൊ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങൾക്കനുസരിച്ച് നമുക്ക് ബാധകമായ ടാക്സ് ഇവിടെ കാണിക്കും. നമ്മുടെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റിൽ നോക്കി ഈ ടാക്സ് എമൗണ്ട് കറക്റ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തണം. ടാക്സ് പേബിൾ ഓൺ ടോട്ടൽ ഇൻകം എന്നുള്ളിടത്ത് ടാക്സ് ഇവിടെ വന്നിട്ടുണ്ട്. റിബേറ്റ് എന്നുള്ളിടത്ത് റിബേറ്റ് ഇവിടെ 0 ആണ് കാണുന്നത്. കാരണം മറ്റുള്ളവരെ സംബന്ധിച്ചോളം ഇവിടെ ചിലപ്പോൾ റിബേറ്റ് വന്നിട്ടുണ്ടാവും. കാരണം റിബേറ്റ് വരുന്നത് 5 ലക്ഷത്തിൽ കുറവ് വരുമാനമുള്ളവർക്കാണ്. ഇപ്പൊ ഇവിടെ നോക്കുക, ടോട്ടൽ ഇൻകം എന്നുള്ളിടത്ത് 5,88,000 പുറത്തുണ്ട്. 5 ലക്ഷത്തിന് പുറമെ ഇൻകം വന്നിട്ടുണ്ട്. അതുകൊണ്ട് റിബേറ്റ് ബാധകമല്ല. 5 ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് മാത്രമാണ് ഇവിടെ റിബേറ്റ് ലഭിക്കുക. അപ്പൊ റിബേറ്റ് ഇവിടെ ഫില്ലായി വന്നിട്ടുണ്ടാവും. റിബേറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ ടാക്സ് എമൗണ്ട് പിന്നെ 0യിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ടാക്സ് പേബിൾ ആഫ്റ്റർ റിബേറ്റ് കുറച്ചതിന് ശേഷമുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഹെൽത്ത് ആൻഡ് ഇവിടെ 4% സെസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ സെസ് ഇവിടെ വന്നിട്ടുണ്ടാവും. സെസ് അടക്കമുള്ള തുകയാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്തത് പ്രധാനപ്പെട്ടതാണ് റിലീഫ് 18(9) അതായത് 10E ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നാം ടാക്സ് കുറക്കുന്നതിന് വേണ്ടി നമുക്ക് അരിയറുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ മുൻ വർഷത്തെ ഏതെങ്കിലും ലഭിക്കാനുള്ള അരിയറുകൾ നാം ലഭിച്ചിട്ടുണ്ടെങ്കിൽ 10E ഫോം നാം ഫില്ല് ചെയ്യണം. 10E ചെയ്യുന്നത് ഫയൽ ചെയ്യുന്നതിന്റെ മുമ്പാണ്. 10E ചെയ്യുന്നതിന് നാം ആദ്യം 10E ചെയ്തതിനു ശേഷം മാത്രമേ 10E ചെയ്യാനുള്ളവർക്ക് അത് ചെയ്തതിനു ശേഷം മാത്രമേ ഫയൽ ചെയ്യാൻ പാടുള്ളൂ. 10E ചെയ്യാൻ നമുക്ക് ഫയൽ എന്നുള്ളതിൽ ഇൻകം ടാക്സ് റിട്ടേൺ എന്നുള്ളതിന് താഴെ ഇൻകം ടാക്സ് ഫോംസ് എന്നുള്ളത് വഴിയാണ് നാം 10E ചെയ്യേണ്ടത്. 10E ചെയ്ത് അവിടെ നാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എമൗണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായി ഫില്ലായി വരുന്നതാണ്. അപ്പോൾ 10E ബാധകമായവർക്ക്, അതായത് കഴിഞ്ഞ വർഷങ്ങളിലെ കൂടുതൽ തുക അരിയറായി വന്നവർ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ 10E ഫില്ല് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ 10E ചെയ്തതിനു ശേഷം മാത്രമേ ഫയൽ ചെയ്യാൻ തുടങ്ങാവൂ. അവിടെ 10E ചെയ്ത് കഴിഞ്ഞാൽ മാത്രം സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഇവിടെ ആ തുക ഇവിടെ വരുള്ളൂ. ഇനി ബാലൻസ് ടാക്സ് ആഫ്റ്റർ റിലീഫിന് എല്ലാത്തിനു ശേഷമുള്ള തുക ഇവിടെ കാണിക്കും. ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കാണിക്കും. ഇനി ടോട്ടൽ നാം അടക്കേണ്ട തുക 31,439 രൂപയാണ് ഇവിടെ അടക്കാനുള്ളതായിട്ട് കാണിക്കുന്നത്. ഇത് സ്റ്റേറ്റ്മെന്റ് നോക്കി നാം അടച്ച തുക ഇത് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക. മിക്കവാറും പലരെ സംബന്ധിച്ചോളം ഇവിടെ 0 ആയിരിക്കും. ഇവിടെ എല്ലാം 0 ആയിരിക്കും വന്നിട്ടുണ്ടാവുക. റിബേറ്റ് കുറക്കുമ്പോൾ തന്നെ 0യിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ പേജ് സേവ് ചെയ്യാം. സേവ് ഡ്രാഫ്റ്റ് സേവ് ചെയ്യുന്നു. യുവർ ഡ്രാഫ്റ്റ് ഈസ് സേവ്ഡ് സക്സസ്ഫുള്ളി. അടുത്ത ടാബിലേക്ക് പോകാം. ടാക്സ് ഡീറ്റെയിൽസ് എന്നുള്ളത്. ഇവിടെ നമ്മുടെ സ്ഥാപനത്തിന്റെ പേരും ടാൻ നമ്പറും അതുപോലെ നമ്മുടെ ഇൻകം
പിന്നെ അതിൽ നിന്ന് പിടിച്ചിട്ടുള്ള ടാക്സ് എല്ലാം ഇവിടെ കാണിക്കും. ഇത് ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. ടാക്സ് ബാധകമായവർക്ക് മാത്രമായിരിക്കും ഈ ഭാഗം ഫില്ലായി വരുന്നത്. അത് ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി എൻ്റർ ചെയ്ത് കൊടുക്കാം. റീഫ്രഷ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ വരാത്തവർക്ക് ഒരുപക്ഷെ ആ പേജ് ഫില്ലായി വരുന്നതായിരിക്കും. ഇനി TDS2 എന്ന് പറയുന്ന ഭാഗത്ത് ഇത് സാധാരണ ബാധകമായതല്ല. അതർ ദാൻ സാലറി, നമ്മൾ നേരത്തെ ഇവിടെ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ടാക്സ് എന്നുള്ളതിൽ നമ്മളിവിടെ ഇൻകം ഫ്രം അതർ സോഴ്സസ് ഏതെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് TDS2 എന്ന് പറയുന്ന ഈ ഒരു ഭാഗമുള്ളത്. അപ്പോൾ ഇവിടെ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അത് ആരാണ് ഡിഡക്ട് ചെയ്തതെന്നൊക്കെ. ഇത് 26 AS എന്ന് പറയുന്ന ഫോം ഡൗൺലോഡ് ചെയ്താൽ അതിൽ അതിന്റെ ടാൻ നമ്പറും എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അത് നോക്കി എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ ടാബ് നമ്മൾ സേവ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ടാബിലേക്ക് പോകാം. ടാക്സസ് പെയ്ഡ് ആൻഡ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന അടുത്ത ടാബിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നാം അടച്ചിട്ടുള്ള ടാക്സ് ടോട്ടൽ TDS ക്ലെയിംഡ് എന്ന D12 എന്ന് പറയുന്ന കോളത്തിൽ കാണാവുന്നതാണ്. ടോട്ടൽ ടാക്സസ് പെയ്ഡ് എന്നുള്ള കോളത്തിൽ ഇവിടെയും ആ സംഖ്യ കാണാവുന്നതാണ്. ഇനി നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് D13 എന്ന് പറയുന്ന കോളത്തിൽ എമൗണ്ട് പേബിൾ എന്നുള്ളിടത്ത് 0 ആണ് എന്ന് ഉറപ്പാക്കുക. അതായത് ഇനി നാം ടാക്സ് അടക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ടാക്സ് അടക്കാനുണ്ടെങ്കിൽ ഇവിടെ സംഖ്യ കാണിക്കും. കൂടെ ഇവിടെ ഇ ടാക്സ് എന്നുള്ള ഒരു ബട്ടൺ കൂടി ഇവിടെ കാണാം. ഈ പേയ്മെന്റിനുള്ള ഒരു ബട്ടൺ കൂടി, ഒരു ഗ്രീൻ കളറുള്ള ബട്ടൺ കൂടി ഇവിടെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ടാക്സ് അടക്കാനുണ്ടെങ്കിൽ ടാക്സ് അടച്ചതിന് ശേഷം മാത്രമേ നാം ഈ ഫയൽ സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗത്ത് ടാക്സ് ഇനി വല്ലതും അടക്കാനുണ്ടോ എന്നുള്ളതാണ്. ഇത് നാം അവഗണിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോയി റിട്ടേൺ സമർപ്പിച്ചാൽ ഇൻകം ടാക്സ് റിട്ടേൺ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് നോട്ടീസ് വരികയും നാം ബാക്കി ടാക്സ് അടക്കേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ 0 ആണെന്ന് ഉറപ്പുവരുത്തുക. ഇനി ഇവിടെ നമുക്ക് സംഖ്യ അടക്കാനുണ്ടെങ്കിൽ നമുക്കിവിടെ ഇ-പേ ടാക്സ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ടാക്സ് അടക്കാം. ഓൺലൈനായി ടാക്സ് അടക്കാം. അങ്ങനെ ടാക്സ് അടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചലാൻ ലഭിക്കും. ആ ചലാനിലുള്ള വിവരങ്ങൾ നാം നേരത്തെ ചെയ്ത ടാബില് ഇവിടെ ഡീറ്റെയിൽസ് ഓഫ് അഡ്വാൻസ് ടാക്സ് ഓർ സെൽഫ് അസസ്മെന്റ് ടാക്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ഫിൽ ചെയ്ത് കൊടുക്കണം. ചലാൻ നാം പ്രിന്റ് എടുത്തതിന് ശേഷം ചലാനിലുള്ള വിവരങ്ങൾ, BSR കോഡ്, ഡേറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ചലാൻ നമ്പർ പോലുള്ള സംഖ്യകളെല്ലാം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ വിവരങ്ങൾ ഇവിടെ സെൽഫ് അസസ്മെന്റ് ടാക്സ് പെയ്ഡ് എന്നുള്ളതിൽ നമ്മൾ ഓൺലൈനായി അടച്ച ടാക്സ് എമൗണ്ട് ഇവിടെ കാണിക്കും. അപ്പോൾ ഇവിടെ അതിനുശേഷം ഇവിടെ 0 ആണെന്ന് ഉറപ്പുവരുത്തുക. 0 ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മുന്നോട്ട് പോകുക. ഇനി നമുക്ക് അടച്ച ടാക്സ് കൂടുതലായതുകൊണ്ട് തിരിച്ചു കിട്ടാനുണ്ടെങ്കിൽ റീഫണ്ട് എന്നുള്ള കോളത്തിൽ എത്ര രൂപ നമുക്ക് തിരിച്ചു കിട്ടാനുണ്ട് എന്ന് ഇവിടെ കാണിക്കും. നമ്മുടെ സ്റ്റേറ്റ്മെന്റിലും അതുണ്ടായിരിക്കും. ആ സംഖ്യ ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങൾ നാം ചെയ്തത് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഇവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വിവരം ഇവിടെ നേരത്തെ കൊടുത്തത് ഇവിടെ കാണാം. അത് ഇവിടെ ടിക്ക് ഇല്ലെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇല്ലെങ്കിൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ശേഷം വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്തേക്ക് കൊടുക്കാം. വെരിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് നമ്മുടെ പേരും മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണുന്നുണ്ടാവും. ഇവിടെ കപ്പാസിറ്റി ആസ് എന്നുള്ളിടത്ത് നമ്മൾ സെൽഫ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്ലേസ് എന്നുള്ളിടത്ത് പ്ലേസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇ ഫയലിംഗ് അവസാനിച്ചിട്ടുണ്ട്. ഇത് സേവ് ഡ്രാഫ്റ്റ് കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാം. പക്ഷെ നാം സബ്മിറ്റ് ചെയ്തിട്ടില്ല. സബ്മിറ്റ് ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് നമുക്കിവിടെ ഇത് വെരിഫൈ ചെയ്യുന്ന ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൂടി ബാക്കി ഉണ്ടായിരിക്കും. നമ്മളത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഫയലിംഗ് കഴിഞ്ഞു എന്ന് പറയാം. പക്ഷെ നമ്മൾ വെരിഫൈ ചെയ്യാനുണ്ട്. വെരിഫൈ ചെയ്യുന്നതിന് ഇവിടെ 3 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ 2 ഓപ്ഷൻ വെരിഫൈ ചെയ്യുന്നതിനും അവസാനത്തേത് ഇതിന്റെ പ്രിന്റ് ഔട്ട് ബാംഗ്ലൂരിലേക്ക് പോസ്റ്റ് വഴി സെൻഡ് ചെയ്യുന്നതിനുമാണ്.
ഇതിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് നാം തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരികയും ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ വെരിഫിക്കേഷൻ പൂർത്തിയാക്കുകയും ചെയ്യാം. ഇനി രണ്ടാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ നാം ഇപ്പോൾ ഫയലിംഗ് നമുക്ക് സബ്മിറ്റ് ചെയ്യുകയും 120 ദിവസത്തിനുള്ളിൽ ഈ വെരിഫിക്കേഷൻ ചെയ്തോളാം എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇപ്പോൾ നാം ഫയലിംഗ് മാത്രമേ പൂർത്തിയാക്കുകയുള്ളൂ. വെരിഫിക്കേഷന് 120 ദിവസം സമയമുണ്ട്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് ഇതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് ബാംഗ്ലൂരിലേക്ക് പോസ്റ്റ് വഴി സെൻഡ് ചെയ്യാം. ഏതാണ് നമുക്ക് യോജിച്ചത് എങ്കിൽ തിരഞ്ഞെടുക്കാം. ഇവിടെ ഞാൻ ഒന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തുകൊണ്ട് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ഡ്രാഫ്റ്റ് നാം നേരത്തെ ക്ലിക്ക് ചെയ്തതാണ്, അതുകൊണ്ട് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ഒരു ഭാഗം നാം ഫില്ല് ചെയ്യാതെ വിട്ടതുകൊണ്ട് ആ ഭാഗമാണ് കാണിക്കുന്നത്. ഷെഡ്യൂൾ 80D എന്നുള്ളതിൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗത്ത് ഫില്ല് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. അവിടെ നാം സെലക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നോട്ട് ക്ലെയിമിംഗ് ഫോർ പാരന്റ്സ് എന്ന് കൊടുക്കുന്നു. ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനില്ലാത്തതുകൊണ്ട്. അതിനുശേഷം സേവ് ഡ്രാഫ്റ്റ് ചെയ്യുന്നു. ഇനി സബ്മിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ പ്ലീസ് വെരിഫൈ ഓൾ ദ ഡീറ്റെയിൽസ് ആർ വാലിഡ് എന്ന് പറയുന്നുണ്ട്. അത് ഓക്കെ അടിച്ചു കൊടുക്കാം. ഇപ്പോൾ നാം ചെയ്തതിന്റെ ഒരു പ്രിവ്യൂ നമുക്കിവിടെ കാണാം. ഇത് കൃത്യമായി വായിച്ചു നോക്കി തെറ്റുകളില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഇത് PDF ആയി ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദ പ്രിവ്യൂ PDF എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുകയുമാവാം. സബ്മിറ്റ് ചെയ്തപ്പോൾ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് വന്നിട്ടുള്ളത്. ആധാർ OTP വഴി ചെയ്യാം, ബാങ്ക് ATM വഴി, അതുപോലെ ഡിജിറ്റൽ സിഗ്നേച്ചർ വഴി ചെയ്യാം, ബാങ്ക് അക്കൗണ്ട് വഴി ചെയ്യാം, അതുപോലെ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതുവഴി ചെയ്യാം, നെറ്റ് ബാങ്കിങ് വഴി ചെയ്യാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രിന്റ് ഔട്ട് എടുത്ത് ബാംഗ്ലൂരിലേക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ആധാർ OTP എന്ന ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുത്ത് കൊടുക്കുന്നു. ആധാർ OTP വഴി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആധാർ എടുക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ നമ്പർ ആധാറിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ OTP നമ്മുടെ ഫോണിലേക്ക് വരികയുള്ളൂ. കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഇപ്പോൾ ഒരു OTP വന്നിട്ടുണ്ടാകും. ഇത് 120 സെക്കൻഡ് സമയം മാത്രമേ ഉള്ളൂ. അതിനിടയിൽ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യുമ്പോൾ റിട്ടേൺ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നാം ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ ഫയലിങ്ങും വെരിഫിക്കേഷനും പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്തതിന്റെ പ്രിന്റ് ഔട്ട് ഒന്ന് എടുത്തു നോക്കാം. അക്കൗണ്ട് എന്നതിൽ വ്യൂ ഫയൽഡ് റിട്ടേൺസ് ഓർ ഫോംസ് എന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇൻകം ടാക്സ് റിട്ടേൺസ് എന്നത് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ നാം ഇതുവരെ ചെയ്ത എല്ലാ റിട്ടേണുകളും ഇവിടെ കാണിക്കും. ഓരോ വർഷങ്ങളിലായി നാം റിട്ടേൺ ചെയ്തത് എല്ലാം ഇവിടെ കാണിക്കും. അതിൽ ഏറ്റവും മുകളിലായി ഈ വർഷം ഇപ്പോൾ നാം ചെയ്ത 2020-21 ചെയ്തതിന് ഇവിടെ കാണിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ITR പ്രോസസ്ഡ് ആണ്. ഇത് സക്സസ്ഫുള്ളി വെരിഫൈഡ് എന്നാണ് കാണിക്കുന്നത്. അതിൽ അക്നോളജ്മെന്റ് നമ്പർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ 2 ഓപ്ഷനുകൾ കാണിക്കും. ITR 5 അക്നോളജ്മെന്റ് എന്നുള്ളതും ITR ഫോം എന്നുള്ളതും വെരിഫൈഡ് എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ ITR 5 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിന്റെ അക്നോളജ്മെന്റ് പ്രിന്റ് എടുക്കാൻ പറ്റും. ഇത് നാം പ്രിന്റ് എടുത്ത് സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് താഴെ കൊടുത്തിട്ടുണ്ട് ഡു നോട്ട് സെൻഡ് ദിസ് അക്നോളജ്മെന്റ് ടു CPC ബംഗളൂരു എന്ന്. ബംഗളൂരിലേക്ക് ഇത് അയക്കേണ്ട ആവശ്യമില്ല എന്ന്. നാം വെരിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ബാംഗ്ലൂരിലേക്ക് അയക്കാനുള്ള അഡ്രസ് ആയിരിക്കും കാണുക.
അപ്പോൾ നമ്മുടെ ഇ ഫയലിംഗ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാവുന്നതാണ്.